ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 800 ആണ് കേട്ടോ. മാരുതിയുടെ 800 2005 മോഡലാണ് ഈ വാഹനം. ഈ വാഹനത്തിന് എന്താ ഒരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വാഹനം 2 ടെസ്റ്റ് കഴിഞ്ഞു, എന്നിട്ട് ഒരു പെയിൻറ് പോലും ഏത് ഭാഗത്തും ചെയ്തിട്ടില്ല കേട്ടോ ഈ മാരുതി 800. ഈ 800 യൂസ് ചെയ്യുന്ന ആ കസ്റ്റമർ അത്രയും വൃത്തിയായിട്ടാണ് ഈ വാഹനം ഓടിച്ച് നടക്കുന്നത്. ഇതിന് മാരുതി കമ്പനി എങ്ങനെയാണോ ഈ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഈ വാഹനം ആ കസ്റ്റമർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിലൊരു സീറ്റ് മാത്രമാണ് അതിലൊന്ന് മാറ്റി ഒന്ന് പിടിപ്പിച്ചിരിക്കുന്നത്, സീറ്റ് കവർ മാത്രം. ബാക്കിയെല്ലാം മാരുതി കമ്പനിയിലെ ആ ഒറിജിനാലിറ്റി ഉള്ള അതേ പാർട്സ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഒരു പെയിൻറ് പോലും എവിടെയും ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ അടക്കം നമുക്ക് കാണാം, അത് ആ ഒരു കമ്പനിയിൽ ഇറക്കിയിരിക്കുന്ന അതേ സാധനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബാക്കിൽ ആ സ്റ്റിക്കർ കണ്ടോ, ഇത് ഒറിജിനാലിറ്റി ഉള്ള ആ ഒരു സ്റ്റിക്കറാണ്. ഡിക്കിയിൽ ആ കമ്പനി വന്നിരിക്കുന്ന അതേ എംബ്ലം തന്നെയാണ് ഇതിൽ ഉള്ളത്. അത്രയും പെർഫെക്ഷനായിട്ട് വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ ഈ മാരുതിയുടെ ഈ ഒരു 800. 1983 കേട്ടോ മാരുതിയുടെ വാഹനം ഇന്ത്യയിൽ ആദ്യമായിട്ട് സെയിൽ ചെയ്യണത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ മാരുതിയുടെ കമ്പനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ് വരവുള്ള ഒരു കമ്പനിയായി മാരുതി. അതിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു മുതലാണ് കേട്ടോ 800. 2012 കേട്ടോ മാരുതി ഈ 800 നിർത്തലാക്കുന്നത്. ഈ 800 നിർത്തലാക്കിയതോടുകൂടി തന്നെ ഇനിയൊരു വാഹനം കൂടെ മാരുതി നിർത്തലാക്കി, അതാണ് ഓൾട്ടോ. ആ ഓൾട്ടോൻ്റെ പേരും ഈ 800ൻ്റെ പേരും കൂടെ ചേർത്താണ് ഇപ്പോഴത്തെ ഓൾട്ടോ 800 കമ്പനി പുറത്തിറക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ വിപണിയിൽ ചൂടപ്പം പോലെ വിറ്റുപോയ ഒരു മുതലാണ് കേട്ടോ ഈ മാരുതിയുടെ ഈ 800. 29 കൊല്ലമാണ് കേട്ടോ കമ്പനി ഈ വാഹനം പുറത്തിറക്കിയത്. നമ്മൾക്ക് എന്തായാലും ഇനി ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം, എഞ്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്നറിയാം. വെഹിക്കിൾ ഒരൊറ്റ അടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ടായിട്ടോ. നല്ല ടൈമിംഗ് ഒക്കെ ഭയങ്കര കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗമൊന്നും അഴിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വാഹനം ഓടിയിരിക്കുന്നത് ഏകദേശം 54,845 കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ ഓടിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് 20 കൊല്ലമായ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ക്ലസ്റ്റർ അടക്കം കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ക്ലസ്റ്റർ അടക്കം നിലവിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. എന്തായാലും ഈ വാഹനം ഒന്ന് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര സ്മൂത്താട്ടോ ഈ വാഹനം ഓടിക്കാനായിട്ട്. അതായത് ഒരു 20 കൊല്ലം കഴിഞ്ഞ ഒരു വാഹനമാണെന്ന് നമുക്ക് പറയില്ല കേട്ടോ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതായത് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു രീതിക്ക് തന്നെ ഉണ്ട്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, ഏകദേശം ഒരു കുറച്ച് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ടികൾക്കൊക്കെ അലച്ചൽ വരും. അതായത് അവിടെ നിന്നും കുറേ സൗണ്ടുകളൊക്കെ വരും. ഈ ഒരു വാഹനത്തിന് അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അത്രയും ഡീസൻ്റ് ആയിട്ടാണ് ഈ വാഹനം നിലവിലുള്ളത്. എന്തായാലും ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനി നമ്മൾക്ക് കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.